ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് 1/2 കപ്പ് കാഡ്ബറിയുടെ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. അതും നന്നായി പൊടിഞ്ഞ് അതിൽ ലയിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ലയിപ്പിക്കുക. ലയിപ്പിച്ച ഈ മിശ്രിതം നമ്മൾ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. ആ തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിന് നന്നായി ഇളക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല കുറുക്ക് പരുവത്തിൽ അത് വരും. അങ്ങനെ കുറുക്ക് പരുവത്തിലായ ഈ മിശ്രിതം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ ഈ കുറുക്ക് പരുവത്തിലുള്ളത് നമ്മളൊരു ചെറിയ തണുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റുന്നു. അതാണ് ഇങ്ങനെ കാണുന്ന ഈ മിശ്രിതം. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കും. വിപ്പിംഗ് ക്രീം നന്നായിട്ടത് ബീറ്റ് ചെയ്യുന്നതിനകത്തേക്ക് നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നന്നായി അതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒരുമിച്ച് ഡിപ്പ് ചെയ്ത് എടുക്കുക. അങ്ങനെ ഒന്നുകൂടെ ഒരു നല്ല സ്റ്റിഫ് പീക്ക് വരുന്ന സമയത്ത് നന്നായി ബീറ്റ് ചെയ്ത് എടുത്ത ശേഷം ബീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. അതിന് വീണ്ടും നമ്മൾ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ മിശ്രിതം മൊത്തം ഒഴിച്ച് നല്ല ബ്രൗൺ കളറായിട്ടത് വരുന്നതാണ്. അങ്ങനെ ബീറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനലി നമുക്കിങ്ങനെ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ബാറ്റർ പോലെ നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത ശേഷം നല്ലൊരു ബൗളിലേക്ക് ഒഴിച്ച് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കുക. 8 മണിക്കൂർ ശേഷം നമ്മൾ തുറന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ചോക്ലേറ്റ് ഐസ്ക്രീം നമുക്ക് ലഭിക്കും. നമ്മളൊരു ചെറിയ തവി എടുത്തിട്ട് ഇത് നല്ല ഭംഗിയോടെ ഉരുട്ടിയെടുത്ത് നല്ല ബൗളിലോ പ്ലേറ്റിലോ ആക്കിയിട്ട് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ ഉപരി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.